ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മെക്കാനിക്കൽ മേഖലയിൽ നിന്നുള്ളവർക്ക് ഇനി ഉടൻ തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടുന്ന ഒരു എക്സാമിനേഷനുകളെ പറ്റിയുള്ള ഒരു നിർദ്ദേശം തരുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, നിലവിൽ PSC വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ഉടൻ തന്നെ ഏതാണ്ട് 3 വർഷത്തെ കാലാവധി കൊടുക്കുകയും അതിൽ ബാക്കി നിൽക്കെ 1-1.5 വർഷം കഴിയുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള റാങ്ക് ലിസ്റ്റിന് വേണ്ടിയുള്ള പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും ചെയ്യുന്ന ഒരു പ്രവണത കുറച്ചു നാളായി PSCയിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി പ്രതീക്ഷിക്കുന്ന ചില പരീക്ഷകളുണ്ട്. പ്രത്യേകിച്ച് 3 എണ്ണമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആ 3 പരീക്ഷകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവരെല്ലാവരും തന്നെ ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓവർസിയർ എന്ന തസ്തികയിലേക്കാണ്. ഓവർസിയർ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് 3 എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കാണ് നിയമനം വരുവാൻ സാധ്യതയുള്ളത്. കാരണം നിലവിൽ ഇതിന് ഓൾറെഡി റാങ്ക് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ കാലാവധി ഈ വർഷം അവസാനത്തോടുകൂടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഷം അവസാനത്തോടുകൂടി കഴിയുമ്പോൾ പരീക്ഷകൾ ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ നടത്തി അതിൻ്റെ എക്സാമിനേഷൻ പ്രൊസീജിയറൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തസ്തികയെ പറ്റി നോക്കാം. ഈ തസ്തിക അന്ന് നോട്ടിഫൈ ചെയ്യുമ്പോൾ അന്നത്തെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 19,000 മുതൽ 43,000 വരെയാണ്. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്തെയാണ്. നിലവിൽ ഇനി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരിക്കലും സാലറി സ്കെയിൽ ഇതാവില്ല, ഇതിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി. ഇനിയും ഇതിന്റെ യോഗ്യത എന്തായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് 10ാം ക്ലാസ് യോഗ്യതയാണ് ബേസിക് ആയിട്ടുള്ളത് വേണ്ടത്. ഇനിയും ടെക്നിക്കൽ യോഗ്യതയായിട്ട് നമുക്ക് വേണ്ടത് SMD ഉണ്ടായിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ കോഴ്സ് മെക്കാനിക്കൽ പാസ്സായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ KGTO MGTO സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടായിരിക്കണം. അതിൽ അപ്ലൈഡ് മെക്കാനിക്കൽ ഹയറും മെക്കാനിക്സ് ഡ്രോയിങ് ഹയർ, ഹീറ്റ് എഞ്ചിനീയറിംഗ് ഹയർ മുതലായവ ഏതെങ്കിലും പാസ്സായിരിക്കണം. ഇനിയും അതല്ലെന്നുണ്ടെങ്കിൽ പാസ് ഇൻ ദ ഫോളോയിങ് സബ്ജക്റ്റ്, അതായത് മെക്കാനിക്കൽ ഡ്രോയിങ്, ജിയോമെട്രിക്കൽ ഡ്രോയിങ്, അപ്ലൈഡ് മെക്കാനിക്സ് മുതലായ മേഖലകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഇത് യോഗ്യത ഉണ്ടായിരിക്കണം. ഇവയിൽ നിന്ന് മുകളിലോട്ട് യോഗ്യത ഉള്ളവർക്കും ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലുള്ള തസ്തിക. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ പരീക്ഷയ്ക്ക് അവസാനമായിട്ട് എത്ര ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു വേക്കൻസിയിലേക്ക് 101 പേരുടെ മെയിൻ ലിസ്റ്റ് വരികയും അതിൽ നിന്ന് 39 പേരുടെ അഡ്വൈസ് പോവുകയും ചെയ്തു. ഇവിടുത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 85.33 ആയിരുന്നു എന്ന് കാണാൻ കഴിയും. ഇതിൻ്റെ DOE വന്നിരിക്കുന്നത് 30/8/2022 എന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത്രയും ഫാക്റ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയും അടുത്ത എക്സാമിനിലേക്ക് പോകാം. അത് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയാണ്. ഇത് 207/2020 എന്ന നോട്ടിഫിക്കേഷനിലാണ് ഈ ഒരു പരീക്ഷ അവസാനമായി നടന്നിരിക്കുന്നത്. ഇതും പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കും ഇറിഗേഷനിലേക്കുമാണ് നടന്നത്. ഈ ഒരു തസ്തികയുടെ സാലറി സ്കെയിൽ അന്നുണ്ടായിരുന്നത് 22,000 മുതൽ 48,000 രൂപ വരെ വരുന്നതായിരുന്നു. അന്നത്തെ ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. നിലവിലും വരുന്ന നോട്ടിഫിക്കേഷനും പ്രായപരിധി ഇത് തന്നെയായിരിക്കും. എന്നാൽ സാലറി സ്കെയിലിൽ മാറ്റം വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം കരുതാൻ. ഇവിടുത്തെയും യോഗ്യത എന്ന് പറഞ്ഞാൽ SSLC പാസ് ആയ ശേഷമുള്ള SMD മുതലായ ഏതെങ്കിലും ഡ്രാഫ്റ്റ്മാൻ കോഴ്സുകളാണ്. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 ഇയേഴ്സ് കോഴ്സ് ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 ഇയേഴ്സ് കോഴ്സും ഇവിടെ ഇതിനെ കൺസിഡർ ചെയ്യുന്നതാണ്. ഇതിന് മുകളിലോട്ടുള്ള എല്ലാ യോഗ്യതയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റുന്നതുമാണ്. ഈ ഒരു എക്സാമിനേഷനെ പറ്റി നോക്കുമ്പോൾ ഇതിൽ എക്സാമിനേഷൻ്റെ DOE നടന്നിരിക്കുന്നത് 10/5/2022 എന്ന് കാണാൻ കഴിയും. അടുത്തത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 84.33 ടോട്ടൽ അഡ്വൈസേഴ്സ് 11 പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 25 പേരുമാണ് ഉൾപ്പെട്ടത് എന്ന് കാണാൻ പറ്റും. ഈ 2 തസ്തിക പ്രധാനമായിട്ടും നടന്ന തസ്തികകളാണ്. പരീക്ഷകൾ നടന്ന് നിലവിൽ ഉള്ള റാങ്ക് ലിസ്റ്റ് ഉള്ള തസ്തികകളാണ്. ഇനി നിങ്ങളോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്, വരാൻ പോകുന്ന തസ്തികയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത്. നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആണ് നമ്മൾ സംസാരിച്ചതെങ്കിൽ ഈ വരാൻ പോകുന്ന മെക്കാനിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പ് സൂപ്രണ്ട് എന്ന് പറയുന്നൊരു തസ്തികയാണ്. ഈ ഒരു തസ്തിക വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കോളേജുകളുടെ കീഴിലുള്ള
പോളിടെക്നിക് കോളേജുകളിലായിരിക്കും. ഇത് സൂപ്രണ്ട് എന്ന് പറയുന്ന തസ്തികയിൽ ഏതാണ്ട് 50,000 രൂപയ്ക്ക് മുകളിൽ ഉയർന്ന ശമ്പളം തുടക്കത്തിൽ തന്നെ ലഭിക്കുന്ന തസ്തികയാണ്. ധാരാളം പ്രൊമോഷൻ സാധ്യതയുള്ളൊരു തസ്തികയുമാണ്. ഇതിന് നിരവധി വേക്കൻസികൾ ഓൾറെഡി PSCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ചില നിയമപരമായ കാരണങ്ങളാൽ, ചില അമെൻമെന്റുകളുടെ ഡിലേ കാരണമാണ് അതിന് നോട്ടിഫിക്കേഷൻ ഇതുവരെ വരാത്തത്. എന്ത് തന്നെയാണെങ്കിലും ഇത് ഗവൺമെന്റ് പ്രോസസ്സിൽ ഇരിക്കുന്നതായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് നിയമനം ഉണ്ടാകും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തിക കൂടിയാണ് ഈ ഒരു പോസ്റ്റ്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ എത്രയും പെട്ടെന്ന് ഈ പോസ്റ്റുകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടതാണ്. നോട്ടിഫിക്കേഷൻ വരുന്നവരെയൊക്കെ കാത്തിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ഇതിനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ പറയുന്ന എക്സാം പോസ്റ്റുകളിലേക്കൊക്കെ നിയമന സാധ്യതകൾ എന്ന് പറയുന്നത് ആദ്യ റാങ്കിൽ വരുന്നവർക്കാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യതയോടുകൂടി പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ റാങ്ക് എന്ന് പറയുന്നത്, ഉയർന്ന റാങ്ക് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇനി പറയുവാനുള്ളത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയാണ്. ഇത് നമുക്ക് ഒറ്റ കോഴ്സിലൂടെ തന്നെ 3 ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഇൻഡസ്ട്രീസ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് മുതലായവ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നിങ്ങൾക്ക് ഒറ്റ കോഴ്സിലൂടെ തന്നെ ജോലി കരസ്ഥമാക്കാമെന്നുള്ളതാണ്. കാരണം ഏണസ്റ്റ് അക്കാഡമി നമുക്ക് ഈ ഒരു 3 നോട്ടിഫിക്കേഷനുകളും കൂടി ഒറ്റ കോഴ്സായിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ കോഴ്സ് എടുത്താൽ കേരള PSCയുടെ ഈ 3 പരീക്ഷകളും വളരെ എളുപ്പം തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏറ്റവും പെട്ടെന്ന് നമുക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്മാർട്ട് വർക്കിലൂടെയാണ്. ആ ഒരു എക്സാമിനേഷനിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റഡി പ്ലാൻ കഴിയുമെന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. മാത്രമല്ല ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനും പറ്റുന്നതാണ്. നമ്മുടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വഴിയാണ് ലഭ്യമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ലേണിങ്ങിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് ധാരാളം ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആണെന്നുള്ളത് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിലൂടെ ലഭിക്കുന്ന ലൈവ് ക്ലാസ്സുകളായിട്ടുള്ള ഫ്രീ മെറ്റീരിയൽസും ഒപ്പം തന്നെ PDF മെറ്റീരിയൽസ് ധാരാളമായിട്ട് നമ്മൾ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. ഇവയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളും ബാക്കിയുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഈ 2 കാര്യങ്ങൾ ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങാൻ ശ്രമിക്കുക. പിന്നൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു ടെലിഗ്രാം ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ടെലിഗ്രാം ചാനൽ വഴി PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. മാത്രമല്ല ഈ ഒരു ടെലിഗ്രാം ചാനൽ വഴി നമ്മൾ സൗജന്യമായിട്ട് തന്നെ മെറ്റീരിയൽസും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം എക്സാമിന് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വൈകാതെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ പഠനത്തിൽ വളരെയധികം ഫോക്കസ് ചെയ്യുക. നിങ്ങളോടൊപ്പം ഏണസ്റ്റ് അക്കാഡമി ഉണ്ടാവും. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. ഗുഡ് ബൈ.